ഒരു അഭിനേത്രി എന്നുള്ള രീതിയിൽ ആളുകൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത് ഉയരല്ല. ഇങ്ങനെ നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്നത്. കല്യാണത്തിന്റെ അന്ന് രാത്രി നടക്കുന്ന, കല്യാണം കഴിഞ്ഞിട്ട് അന്ന് നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ്. അപ്പം മന്ദാകിനി എന്ന് പറഞ്ഞൊരു സാധനം, അതെന്താണെന്ന് പറയാൻ എനിക്കിപ്പോ പറ്റത്തില്ല. സിനിമ മന്ദാകിനി ഒരാളുടെ പേരല്ല, ഒരു സാധനമാണ്. ഇപ്പോഴുള്ള സൊസൈറ്റിയിൽ നമുക്ക് മാറി ചിന്തിക്കണം എന്ന് പഠിപ്പിച്ചു തന്ന ഉമ്മായിരുന്നു എന്റെ ഉമ്മ. അങ്ങനെ പുള്ളിക്കാരി ഒരു ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ സ്റ്റിഗ്മയിൽ നിന്നും ഇങ്ങനത്തെ സദാചാരങ്ങളിൽ നിന്നും മാറി ചിന്തിക്കണം എന്ന് ചെറുപ്പം മുതലേ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞങ്ങൾക്ക് അത് ആക്സെപ്റ്റിംഗ് ആയിരുന്നത്. പ്രിവിലേജ് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ തുറന്നു പറയേണ്ട കാര്യമില്ല. പ്രിവിലേജ് ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാം. പ്രിവിലേജ്ഡ് ആണോ? അല്ല, ചോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. മെജോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ മൈനോറിറ്റിയാണ്. മെജോറിറ്റി എന്ന് പറയുന്ന കാര്യം ആ സ്കൂള് അഫോർഡ് ചെയ്യാൻ പറ്റില്ല സാധാരണക്കാർക്ക്. അപ്പൊ എന്ത് കാശുള്ള കുട്ടികളെ വന്ന് പഠിക്കുള്ളൂ. അപ്പൊ ഇവര് മെജോറിറ്റി, നമ്മളൊരു മൈനോറിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ടീച്ചേഴ്സിനെയും എനിക്ക് കുറ്റം പറയാൻ താല്പര്യം. ടീച്ചേഴ്സും സ്വാഭാവികമായിട്ടും നമ്മളെ ഇഷ്ടമൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി മെജോറിറ്റിയിലേക്ക് തന്നെ പോകേണ്ടി വരുമായിരിക്കും ചിലപ്പോ. അവിടെ എല്ലാരും കൂടുതൽ ഇംഗ്ലീഷ് പാട്ടുകളായിരുന്നു കേട്ടോണ്ടിരുന്നത്. അപ്പൊ അവര് മലയാളം പാട്ടുകൾ എൻജോയ് ചെയ്യത്തില്ല. അവിടുത്തെ കുട്ടികളാണെങ്കിലും ഒരു ഇതുപോലെ ഹിന്ദി പാട്ടുകളും ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പഴയ പാട്ടുകൾ കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. പഴയ പാട്ടുകൾ ചെറുപ്പം മുതലേ ഞാൻ പഴയ പാട്ടുകൾ ആസ്വദിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവര് പുതിയ ഇംഗ്ലീഷ് പാട്ടുകൾ പാടുമ്പോ ഞാൻ വിചാരിക്കുന്നത് ഏത് പാട്ട്, അവരും വിചാരിക്കും ഇതേത് പാട്ടെന്ന്. ദൈവമൊക്കെ കൂടുതലും സൈക്കോളജിക്കലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതിനെ നമുക്ക് നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടി ഒരു സാധനമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഭയങ്കര ഓക്കെയാണ് മതവും ദൈവങ്ങളും ഒക്കെ. പൂമാനം പൂത്തുലഞ്ഞേ തൂവള്ളിക്കുടിലെന്തേ കരളുന്നു കിളി, തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞേ. അഭിനയത്തെക്കാൾ ഒരു പൊടി കൂടുതൽ ഇഷ്ടം പാട്ടാണെന്ന് ഞാനൊരു അഭിമുഖത്തിൽ പറഞ്ഞ് കണ്ടു. അങ്ങനെ നമുക്കൊരു പാട്ട് പാടി തുടങ്ങിയാലോ? ഞാൻ സുലേഖ മനസ്സിലെ തന്നെ ഒരു പാട്ട് പാടാം. അലങ്കാര പുതുക്കങ്ങൾ അതിർപ്പം പോരാ, അരശിയാം സുലേഖാവിൻ തുണൈന്തവാരേ, പരിശുദ്ധ തുകിഞ്ഞൊറി മഹറല പോൽ പിരിശത്താലെ പൂത്ത കൽവിൽ പെടപ്പും അതിനാലെ അതർപ്പങ്ങൾ തുടി താളങ്ങളൊന്നായി വിളിച്ചെത്തും കല്യാണമായി കല്യാണമായി കല്യാണമായി. സുലേഖ മനസ്സിലൊരു വലിയ ഹിറ്റ് ആയിരുന്നു അല്ലേ? എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട കഥാപാത്രം കേട്ടോ, ഹാല അല്ലേ? ആനന്ദമായിരുന്നു ആദ്യ ചിത്രം. സിനിമ വിചാരിതമായിരുന്നോ അതോ? സിനിമ എന്റെ സിസ്റ്റർ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു ബാംഗ്ലൂർ നോർത്തിൽ. അതായിരുന്നു ആൾക്കാർ നോട്ടീസ് ചെയ്ത പടം. മമ്മൂട്ടിയുടെ കൂടെ ആയതുകൊണ്ട് വേറെയും പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോ എന്താ സിനിമയിൽ ഫാമിലിയില് എല്ലാവർക്കും ഇങ്ങനെ സിനിമ അഭിനയിക്കുന്നതൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. കാര്യം വാപ്പ ആണെങ്കിൽ വാപ്പ ഫോട്ടോഗ്രാഫറാ. അപ്പൊ വാപ്പയ്ക്ക് പിള്ളേരെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ആഗ്രഹമുള്ള കൂട്ടത്തില. അപ്പൊ അങ്ങനെ അവിചാരിതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നൊന്നും അറിയത്തില്ലാത്തതിന്റെ ഒരു ഇപ്പൊ എനിക്കൊന്നും അത് കുറച്ചുകൂടെ
എന്താ അതിലേക്ക് എത്തിപ്പെടാൻ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ. ഇപ്പൊ ഓഡിഷൻസ് ഒക്കെ ആണെങ്കിലും പണ്ട് അങ്ങനെ നമ്മൾ അതിലേക്ക് വിസിബിലിറ്റി കുറവല്ലേ. അപ്പം അങ്ങനെ ഇത് എങ്ങനെ എത്തിപ്പെടുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങനെ വിട്ടിരുന്നു. അപ്പൊ പിന്നെ സിനിമയിലേക്ക് അങ്ങനെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. പിന്നെ ഇതുപോലെ നമ്മുടെ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടായിരുന്നു ആനന്ദ് സി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ആനന്ദത്തിലെ സിനിമറ്റോഗ്രാഫർ. അപ്പൊ അങ്ങനെ ആണ് അതില് കേറുന്നത്. ആനന്ദത്തിന് ശേഷമാണ് പിന്നെ വിമാനം അല്ലെ, മന്ദാരം. പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടത് ഉയരയിലെ അല്ലെ ശ്രദ്ധിക്കപ്പെടുന്നത്. അത്യാവശ്യം ഒരു അഭിനേത്രി എന്നുള്ള രീതിയിൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത് ഉയരല്ല. ഇങ്ങനെ നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതുവരെ നന്നായിട്ട് നല്ല സിനിമയായിരുന്നു, നല്ല ക്യാരക്ടറായിരുന്നു എന്ന് പറയാതെ നന്നായിട്ട് അഭിനയിച്ചു, അനർക്കലി ക്ലീൻ ആയിട്ട് അത് ചെയ്തു എന്ന്. നല്ലതായിരുന്നു. ഞാൻ വിമാനം എന്ന് പറഞ്ഞ സിനിമന് മുമ്പ് ഒരു ചെറിയ വേഷം ചെയ്തിരുന്നു. അപ്പൊ അതിൽ അസോസിയേറ്റ് ആയിരുന്നു നമ്മുടെ മനു അശോകൻ. അങ്ങനെ വിമാനത്തിൽ കണ്ടിട്ട് വിളിച്ചതാണ് വേറെ. ഓഡിഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് ഓഡിഷൻ ഇല്ല. ഞാൻ ആ ഓഡിഷൻ ഇതുവരെ എവിടെയും കൊടുത്തിട്ടില്ല. ഞാൻ കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഓഡിഷന് പോയിട്ടുണ്ട്, അല്ലാതെ ഞാൻ ഓഡിഷൻസ് ഇതുവരെയും കൊടുത്തിട്ടില്ല. എനിക്കിത് പേടിയാ ഓഡിഷനുകൾ. ഒന്ന്, ഞാൻ അങ്ങനെ അഭിനയത്തിലേക്ക് അങ്ങനെ വന്ന ഒരാളല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു പേടി പോലെ. എനിക്ക് ക്യാമറയുടെ മുമ്പിലേ എനിക്കിത് വരുള്ളൂ എന്നൊരു തോന്നല. അതൊരു എന്തോ ഒരു തടസ്സമാണ് അത്. എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞാലും എനിക്കൊരു ശരിയാവോ, നമ്മൾ എംബാരസ്ഡ് ആവോ എന്നൊക്കെ ഉള്ളൊരു പേടി, എവിടെയോ ഒരു തടസ്സം കിടപ്പുണ്ട്. പക്ഷെ ഇപ്പൊ അതങ്ങനെ അതൊക്കെ ശീലമായി വരുന്നു. പുതിയ താരങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഇപ്പം ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അവർക്ക് ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ അവര് ഈ കഥാപാത്രത്തിന് അനാർക്കലി യോജിക്കും എന്ന് പറഞ്ഞു തന്നെയാണോ വിളിക്കുന്നത് സിനിമയിലേക്ക്? അങ്ങനെ എനിക്ക് വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് അത്യാവശ്യം എന്റെ ഇപ്പൊ ലുക്കിന് ചേരുന്ന, ഇനീഷ്യലി അങ്ങനെ വന്നിരുന്നത്. അപ്പം ഹെയർ കട്ട് കുറച്ചുകൂടെ ലുക്സിന് വെച്ചിട്ടാണ് എനിക്ക് ക്യാരക്ടേഴ്സ് വന്നോണ്ടിരുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ടായിരുന്നില്ല. പിന്നെ ഒരു തട്ടിമുട്ടി എല്ലാം ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അനാർക്കലി ചെയ്യാൻ പറ്റാതെ പറഞ്ഞു. ഓഡിഷൻ അങ്ങനെ ആരും അങ്ങനെ ഓഡിഷൻ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. അത് കൂടുതൽ ഈ ലുക്കിന് പറ്റിയ, ഇപ്പം വിമാനമായിരുന്നെങ്കിലും മോഡേൺ സ്ത്രീ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു എപ്പോഴും. പിന്നെ കുറച്ച് വ്യത്യാസം അതിന്ന് വന്നത് സുലേഖ മനസ്സിലായി. കുറച്ച് മാറിയിട്ട് ഒരു ഗ്രാമീണ ഒരു പാവം കുട്ടി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മറ്റേ ബൈക്ക് ഓടിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന ഒരു മോഡേൺ. സുലേഖ മനസ്സിലാണ് ഒരു ഫുൾ ടൈം ഒരു റോള് വന്നുകൊണ്ട് വന്ന ഒരു ഹാല എന്നുള്ള കഥാപാത്രം. അത് ഹിറ്റാവുകയും ചെയ്തു. സിനിമ ഹിറ്റായി, കഥാപാത്രം ഹിറ്റായി. അത് ഇതുപോലെ ഇൻസ്റ്റഗ്രാം വഴിയാണ് സുലേഖ മനസ്സിൽ സെലക്ട് ആവുന്നത് തന്നെ. അങ്ങനെ ഞാൻ ഈ കവർ സോങ്സ് ഒക്കെ ചെയ്ത് തുടങ്ങിയിരുന്ന ഒരു സമയമുണ്ട്. അപ്പം അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് പിന്നെ അത് ലിപ്സിങ് ചെയ്ത് അതിനൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബേസിക്കലി അവരിങ്ങനെ നടിമാരെ തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു റീല്, ഞാൻ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു റീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റീല് കണ്ടിട്ടാണ് സുലേഖ മനസ്സിലേക്ക് വിളിക്കുന്നത്. സിനിമ എനിക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സിനിമകളാണ്. കാര്യം ലൈഫിൽ ഒരു അത്യാവശ്യം അറിയപ്പെടാനൊക്കെ തുടങ്ങിയത് സുലേഖ മനസ്സിലെ ശേഷമാണ്. അതുവരെ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഇടയ്ക്കൊന്ന് ഒതുങ്ങിപ്പോയായിരുന്നു. ബിക്കോസ് എനിക്കൊന്ന് ഉയരേക്കൊക്കെ ശേഷം കുറെ വലിയൊരു ബ്രേക്ക് വന്നിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതുവരെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ അനാർക്കലിയുടെ പാട്ട് ഇൻസ്റ്റാഗ്രാമില് പിന്നെ വൈറലായ ഫോട്ടോസ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മാറി ഇത് കഴിഞ്ഞപ്പോ പിന്നെ അഭിനേത്രി എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ ആയിരുന്നു. ഹാലയ്ക്ക് ശേഷം പിന്നെ എങ്ങനെയായിരുന്നു അവസരങ്ങള്? അങ്ങനെ ഞാൻ വിചാരിച്ചു ഭയങ്കര അവസരങ്ങളായിരിക്കും, പക്ഷെ അങ്ങനെ ഭയങ്കര അവസരങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പൊ മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ അതെനിക്ക് എന്തോ ഒരു ഹുക്ക് ഉണ്ട് എന്ന് മനസ്സിലായി, എന്തോ എനിക്ക് ചെയ്യാനുള്ളത് ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെ അൽത്താഫാണ് നായകനും. അപ്പൊ അതിലെന്തോ രസം ഉണ്ടാവും എന്ന് തോന്നിയപ്പോ അങ്ങനെ കമ്മിറ്റ് ചെയ്തതാണ്. പക്ഷെ അതുവരെ അതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വേഷങ്ങളുള്ള സിനിമകളൊക്കെ ജാനകി ജാനെ, അമല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പടങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
പക്ഷെ അതൊക്കെ അതിന് മുമ്പ് സുലേഖ മനസ്സിന്റെ മുമ്പ് ചെയ്ത പടങ്ങളായിരുന്നു. മന്ദാകിനിയിലേക്ക് വരുമ്പോ അതിന്റെ പോസ്റ്ററൊക്കെ ഒരു വിവാഹ ചിത്രമാണല്ലോ. എന്താണ് മന്ദാകിനി? മന്ദാകിനി ആ വിവാഹ ചിത്രത്തിന് എനിക്ക് തോന്നുന്നു സിനിമയിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? അതൊരു സിനിമ, ഒരു കല്യാണത്തിന്റെ അന്ന് രാത്രി നടക്കുന്ന, കല്യാണം കഴിഞ്ഞിട്ട് അന്ന് നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ്. അപ്പം മന്ദാകിനി എന്ന് പറഞ്ഞൊരു സാധനം, അതെന്താണെന്ന് പറയാൻ എനിക്കിപ്പോ പറ്റത്തില്ല. സിനിമ മന്ദാകിനി ഒരാളുടെ പേരല്ല, ഒരു സാധനമാണ്. ഈ സാധനം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ പ്രശ്നത്തെ തുടർന്ന് ഉണ്ടാവുന്ന കുറച്ച് സംഭവങ്ങൾ ആണ് സിനിമ. അപ്പൊ അതുകൊണ്ടാണ് സിനിമയ്ക്ക് മന്ദാകിനി എന്നുള്ള പേര് വന്നത്. അപ്പം മൊത്തം ഒരു ഹ്യൂമറസ് ആയിട്ട് പോകുന്ന, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ അൽത്താഫും കൂടിയാണ്. അൽത്താഫിന്റെ ഒരു പ്രസൻസിൽ തന്നെ നമുക്ക് തന്നെ കുറച്ച് സീനേ ഉള്ളെങ്കിലും ആൾക്കാർ അതിൽ നിന്ന് ശ്രദ്ധിക്കും. അപ്പൊ അത്രയും ഒരു ക്യാമറ പ്രസൻസ് പുള്ളിക്കുണ്ട്. പുള്ളി ഇനിയിപ്പോ ഒന്നും മിണ്ടിയില്ലെങ്കിലും നമ്മൾ എന്തോ ഒരു കോമഡി വരാൻ പോവുകയാണ്. നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും കൂടെയാണ്. അപ്പൊ സിനിമ മൊത്തത്തിൽ എന്താ പറയാ കോമഡി ജോണറിലാണ്, മൊത്തം കോമഡി. അൽത്താഫിന്റെ ഈ ഇന്റർവ്യൂലാണെങ്കിലും അൽത്താഫ് പറയുന്ന പോലത്തെ ഇങ്ങനെ കോമഡികളാണ് മൊത്തം. മന്ദാകിനിന്റെ ടീമിനെ കുറിച്ചൊക്കെ വിനോദ് ലീല എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഡയറക്ടറാണ്. ആളെ ഞാൻ അമല എന്ന് പറഞ്ഞ സിനിമ പണ്ട് ചെറുപ്പത്തിൽ ആനന്ദം കഴിഞ്ഞ സമയത്താണ്, അത് ഈയിടെയാണ് ഇറങ്ങിയത്. ആ സമയത്തൊക്കെ എനിക്ക് അറിയാവുന്നതായിരുന്നു. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റും DOPയും ഒരാളാണ്, ഷിജു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബാക്കി ഒക്കെ അത്യാവശ്യം പുതിയ ആൾക്കാരാ. അവരുടെയൊക്കെ ഒരു പുതിയ സിനിമ എന്നുള്ള രീതിയിലാണ്. ഇതിനു മുമ്പ് ഒരു കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടൊരു ഫസ്റ്റ് സിനിമ എന്നുള്ള രീതിയിൽ മന്ദാകിനിയാണ്. പിന്നെ സ്പയർ പ്രൊഡക്ഷൻസില് സഞ്ജു ഉണ്ണിത്ത എന്ന് പറഞ്ഞിട്ട് ഇതിനു മുമ്പ് പിന്നെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പിന്നെ ആഭാസം എന്ന് പറഞ്ഞ സിനിമകളാണ് ഇവരെടുത്തിട്ടുള്ളത് നേരത്തെ. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ 5 ഡയറക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അൽത്താഫ്, ജൂഡ് ആന്റണി, അജയ് വാസുദേവൻ ചേട്ടൻ, പിന്നെ ലാൽ ജോസ് സാറ്, പിന്നെ ഒരാളും കൂടെ ഉണ്ടല്ലോ, മറന്നുപോയി. പിന്നെ സരിത കുക്കു എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അശ്വതി ശ്രീകാന്ത് ചക്കപ്പഴത്തിൽ ഒക്കെ ഉള്ള. പിന്നെ ബബിത ബഷീർ പുതിയ ആർട്ടിസ്റ്റുകളാണ്. പിന്നെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ഒരു കല്യാണം സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ചെറിയ സ്ക്രീൻ സ്പേസും ചെറിയ കോമഡിയൊക്കെ പറയാനുള്ള ഒരു അവസരം എല്ലാവർക്കും സിനിമയിലുണ്ട്. അനാർക്കലിന്റെ കഥാപാത്രം കോമഡി കോമഡിയാ എന്ന് വെച്ചാൽ ആള് ഇത് പറയുന്ന പോലെ ഒരു സംഭവം നടന്നിട്ട് ആൾക്ക് ഒരു ക്യാരക്ടറിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ആ ഒരു പോയിന്റ് നിന്നാണ് ചെറിയ കോമഡി പുള്ളിക്കാരിയിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പൊ അത് കുറച്ച് ആ ഒരു സാധനം കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. അമ്പിളി എന്ന് പറയുന്നത് സാധാരണ ഒരു നാട്ടുംപുറത്തുകാരിയാണ് പുള്ളിക്കാരി. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ ആണെങ്കിലും ഒരു പാവം കുട്ടിയാണ്. അപ്പൊ ആൾക്ക് ഈ കല്യാണം കഴിച്ചൊന്ന് വീട്ടിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുകയും ഒരു ചെറിയ ക്യാരക്ടറിൽ കുറച്ചൊരു ഷിഫ്റ്റ് വരുന്നുണ്ട്, ഒരു മാറ്റം. അപ്പം അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമ എടുക്കാൻ തന്നെ കാരണം. ഹാലയും ഒരു വധു കഥാപാത്രം തന്നെയാണല്ലോ. ശേഷം ഇത് രണ്ടും വ്യത്യസ്തമാണോ? ഇതിലെ ക്യാരക്ടേഴ്സ് ഇപ്പം അമ്പിളിയും സുലേഖ മനസ്സിലെ ഹാലയും ക്യാരക്ടർ ഏകദേശം ഒരേപോലെയാണ്. ആളുടെ മനസ്സിൽ കൂടെ പോകുന്ന വികാരങ്ങളും വിഷമങ്ങളും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ഈ പറഞ്ഞ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പം സിനിമയുടെ കഥയിൽ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഈ ക്യാരക്ടറിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ ക്യാരക്ടറിന്റെ ആ ഒരു സ്വഭാവത്തിൽ ആ ഒരു വ്യത്യാസം വരുന്നത് കൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടെന്നല്ലാതെ ഇവരുടെ രണ്ടുപേരും ബേസിക് ക്യാരക്ടേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. ആദ്യമായിട്ട് സിനിമയിലേക്ക് സിനിമയിൽ ഒരു പാട്ട് പാടുന്നത് മന്ദാകിനിയിലാണ്. ആദ്യമായിട്ട്. അതൊരു സൂരജ് സന്തോഷിന്റെ കൂടെയാണ് ആ പാട്ട് പാടിയത്. റൊമാൻറ്റിക്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സോങ് ആണ്. വാനവില്ലിനേഴു വർണ്ണമെന്നത് നീ വരുമ്പോഴൊന്നു കൂടിയെന്നത്, കഞ്ചബാണ മഞ്ചും നിന്റെ മുന്നില്, പുഞ്ചിരിച്ചു നിൽക്കും തമ്മിൽ കണ്ടേ ഞാൻ ഈ കണ്ണിൻ മാറുക, കണ്ണേ നീ എന്നുള്ളിൽ കൂറുക,
ചിരിക്കും ഇവള് വിധുമുഖിയേ മധുമതിയേ ചിരി പകരും നേരത്ത് പകലിരവും ജനിമൃതിയും ചിരമിനിയോ ദൂരത്ത്. സംഗീതം ആരുടെ ആയിരുന്നു ഇത്? ബിപിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ആളാണ്. പുതിയ ആളാണ്. ഇപ്പം എന്റെ വട്ടയപ്പം എന്ന് പറഞ്ഞിട്ടൊരു ഡാപ്സി പാടിയ ഒരു സോങ് റിലീസായിട്ടുണ്ട്. ശ്രുതിയുടെ B22 മുതൽ എന്നുള്ള ആ സിനിമയില് ഒരു വേറിട്ടൊരു കഥാപാത്രമായിരുന്നു അല്ലെ, ട്രാൻസ്പേഴ്സൺ ആയിട്ട്. ആ ഒരു ഇതുവരെ ചെയ്യാത്തൊരു വ്യത്യസ്തമായ കഥാപാത്രമാണ്. മാത്രമല്ല ഒരു വെല്ലുവിളിയുള്ള കഥാപാത്രമാണ്. അതൊരു ബ്രേവ് അറ്റംപ്റ്റ് പോലെ തോന്നി. അപ്പൊ അതെ, തീർച്ചയായിട്ടും ഓക്കെ അത് പിടിക്കാം എന്ന് വിചാരിച്ചാണെങ്കിൽ എനിക്ക് തള്ളാം. പക്ഷെ സിനിമയില് ആ ക്യാരക്ടർ ആക്ച്വലി വളരെ കുറച്ചേ ഉള്ളൂ. മറ്റ് ക്യാരക്ടേഴ്സിനുള്ള ഒരു സ്ക്രീൻ സ്പേസ് ഈ ക്യാരക്ടറിനില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ട വന്നില്ല. ഒരു സിമ്പിളായിട്ട് അതങ്ങ് ഡീൽ ചെയ്ത് പോകാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. ഇപ്പൊ ഞാനിങ്ങനെ ആ വേഷം വന്നപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവർ ആരുടെങ്കിലും സംസാരിക്കണം, അവരുടെ ഇമോഷൻസ് ഉൾക്കൊള്ളണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഐ ലൈക്ക് ടു പ്രിപ്പയർ ദാറ്റ് മച്ച്. പക്ഷെ ആ ക്യാരക്ടർ ഭയങ്കര ചെറുതായിരുന്നു. അവർ കൂടുതൽ എംഫസൈസ് ചെയ്തത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലായിരുന്നു. റീൽസിൽ പാട്ടുകൾ കുറെ പാടി കേൾക്കാറുണ്ട്. അങ്ങനെ പാടുമ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ അങ്ങനെ പാടിയിട്ടുള്ള ഒരു പാട്ട് ഏതാ? ഇഷ്ടത്തോടെ പാടി, അതായത് നമ്മള് എപ്പോഴും പാടാൻ ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടാവുമല്ലോ. പണ്ട് ഞാൻ ഈ ചെറുപ്പത്തില് കുറെ പാട്ടുകൾ പഠിക്കുന്നു. വലുതായപ്പം കുറച്ച് മടിയൊക്കെ വന്നപ്പോ അതൊക്കെ കണക്കായിരുന്നു. പക്ഷെ ചെറുപ്പത്തില് വീട്ടുകാരുടെ കൂടെ താമസിക്കുന്ന സമയത്ത് വാപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പിള്ളേർ പാടുന്നത്, ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്. അപ്പം വാപ്പ ഇങ്ങനെ കുത്തിയിരുന്ന് വടിയൊക്കെ എടുത്തിരുന്ന് പഠിപ്പിക്കും. ലിറിക്സ് പഠിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് വാപ്പ പഠിപ്പിച്ചൊരു പാട്ട്, പണ്ടെല്ലാ പാട്ടുകളും വാപ്പയാണ് പഠിപ്പിച്ചോണ്ടിരുന്നത്. അപ്പം ഈ പഴയ പാട്ടുകള് പഠിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു വളർന്നു വന്നൊരു സമയത്ത്. അപ്പം അതിലൊരു പാട്ടാണ് താനേ തിരിഞ്ഞു മറിഞ്ഞു. അതെനിക്ക് അറിയില്ല, അത് പഠിച്ച പിന്നെ ആരെന്നോട് പാട്ട് പാടാൻ പറഞ്ഞാലും ഞാൻ താനേ തിരിഞ്ഞു മറിഞ്ഞ പിന്നെ ആ കാര്യം അത്ര അധികം ഇങ്ങനെ തഴമ്പിച്ചു പോയി. ആ പാട്ട് പാടി ഇങ്ങനെ അത് എല്ലായിടത്തും പാടി എനിക്ക് ഇങ്ങനെ മറ്റേ മനപ്പാടമാണ് ആ പാട്ട്. അപ്പൊ അങ്ങനെ ഒരു പാട്ടാണ് താനേ തിരിഞ്ഞു പറഞ്ഞ എൻ്റെ ഒരു സേഫ് സോങ് ആണ്. ഇപ്പൊ ആരെങ്കിലും മറ്റേ ഓഡിഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ താനേ തിരിഞ്ഞു പറഞ്ഞു. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കലോത്സവത്തിന് ഓഡിഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് സോങ് ഉണ്ട്, ഗ്രൂപ്പ് സോങ്ങിന് കലോത്സവത്തിന് അപ്പൊ തന്നെ താനേ തിരിഞ്ഞു പറഞ്ഞു. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ചന്ദനക്കട്ടിലിൽ പാതിരാവിരിച്ചിട്ട ചെമ്പക വെൺമലർത്തൂവിരിപ്പിൽ. ചന്ദനക്കട്ടിലിൽ പാതിരാവിരിച്ചിട്ട ചെമ്പക വെൺമലർത്തൂവിരിപ്പിൽ. മധുവിധുരാവിനാ ചുണ്ടുകളിൽ പ്രേമ മകരന്ദ മഞ്ജരിയേന്തി. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തോ കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ബാബുരാജിന്റെ പാട്ടാണത്. അന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം ജാനകിയമ്മ പാടിയത് അല്ലേ, മനോഹരമായിട്ട് പാടി. അങ്ങനത്തെ കുറെ പഴയ പാട്ടുകളുണ്ട്. അപ്പൊ ഈ പഴയ, എനിക്ക് പുതിയ പാട്ടുകളുടെ ലിറിക്സ് ഒന്നും അറിയത്തില്ലെങ്കിലും പഴയ പാട്ടുകളുടെ ലിറിക്സ് ഒക്കെ അന്നങ്ങനെ വടിയെടുത്ത് പഠിപ്പിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊരു പഴയ ഇന്നോവ കാറായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് CD ഇടാൻ പറ്റുള്ളൂ, പഴയതാ. അപ്പം മറ്റേ ഫോൺ കുത്തി പാട്ടൊന്നും കേൾക്കുന്ന പരിപാടിയില്ല. അപ്പൊ വാപ്പയ്ക്ക് ഇങ്ങനെ പാട്ടുകളുടെയും സിനിമകളുടെ കളക്ഷൻ ഉണ്ട്.
അപ്പൊ പുള്ളി ഇതിൻ്റെ അത് പാട്ടിട്ട് ഈ പഴയ പാട്ടുകൾ മാത്രമേ ഉള്ളൂ. പുതിയ പാട്ട് അവസാനം ഈ പാട്ടൊക്കെ ആയിട്ട് മടുക്കും. എന്നാലും ഇതിങ്ങനെ കേട്ട് 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 കാര്യം ഈ കാറിൽ കയറിയ ഈ പാട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും പുതിയ പാട്ട് എന്തെങ്കിലും ഇടുക, അപ്പൊ അത് പറഞ്ഞില്ല നടക്കൂല. അപ്പൊ അങ്ങനെ അങ്ങനെ പഴയ പാട്ടുകൾ ഇങ്ങനെ കേട്ട് കേട്ട് അത് പഠിച്ച് ചില കരോക്കയിലിട്ട് പാടി. വാപ്പായ അങ്ങനെയാണ്. പിന്നെ ഞാനും വാപ്പായും കൂടെ കയറി ഡ്യൂറ്റൊക്കെ പാടി. അങ്ങനെ ഒരു സംഗീതം പഴയ പാട്ടുകളാണ് പക്ഷെ മെയിനായിട്ട്. അതുകൊണ്ട് പഴയ പാട്ടുകളിലെ കുറെ ലിറിക്സും ആരും കേൾക്കാത്ത പാട്ടുകളൊക്കെ എനിക്കറിയാം. വാപ്പ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ആലോചിച്ച് പാപ്പയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കത് ആലോചിക്കാൻ പറ്റുള്ളൂ. പൂമാനം പൂത്തുലഞ്ഞേ തൂവള്ളിക്കുടിലെന്തേ കരളുന്നു കിളി, തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചും പൂമാനം പൂത്തുലഞ്ഞേ. വാപ്പേനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, വാപ്പയും ഉമ്മയും വേറിട്ട് ജീവിക്കണം എന്ന് തീരുമാനിച്ചപ്പം നിങ്ങൾ മക്കൾ കൊടുത്തൊരു പിന്തുണ. സാധാരണഗതിയിൽ ആ സമയത്ത് ഭൂരിഭാഗം മക്കളും ട്രോമയിലേക്കൊക്കെയാ പോവാ, പിരിയുന്നു എന്നൊക്കെ കേൾക്കുമ്പോ അല്ലേ? അല്ല, അത് ഞങ്ങൾ അത്യാവശ്യം ഞാനും എന്റെ ചേച്ചിയാണേലും ഞങ്ങളപ്പം വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ സമയത്ത്. വളരെ ഇപ്പൊ 4 വർഷമായിട്ടുള്ളൂ കൊറോണ ടൈമിൽ. അപ്പം ഞങ്ങൾക്കൊരു ട്രോമയിലേക്ക് പോകേണ്ട കാര്യമില്ല. കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫായി എപ്പോഴേക്കും. അപ്പം എനിക്കറിയാം മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് കാണുന്നത്. ഒരു ഡിവോഴ്സോ ഇതൊന്നും അങ്ങനെ ഉറപ്പായിട്ട് അത് കടന്നു പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ മക്കളെന്ന നിലയിൽ എന്തിനാണ് ഞാൻ അങ്ങനെ വിചാരിക്കും, എന്തിനാ ഇവര് ഇങ്ങനെ അതിങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് എന്താ കാര്യം? അവർ ചേരുന്നില്ല. അതിപ്പോ ഏത് ഏജിലാണെങ്കിലും. ആക്ച്വലി മൈ പേരൻസ് ഡിവോഴ്സ്ഡ് വെരി ലേറ്റ് ഏജ്. കാര്യം അവർക്ക് നല്ല പ്രായമുള്ള സമയത്താണ്. അത് ഏത് പ്രായത്തിലാണെങ്കിലും ഇഫ് യു നോട്ട് ഹാപ്പി അറ്റ് ഇറ്റ് അത് ഇല്ല, അത് പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതില് നമ്മുടെ സ്വാർത്ഥ ചിന്തകളെ എടുത്തിടരുത്. നമ്മളത് ഇല്ല, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു സ്വാർത്ഥതയല്ലേ നമ്മൾ അവിടെ കാണിക്കുന്നത്. അപ്പം ആസ് കിഡ്സ് നമ്മളവർക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നല്ല കാര്യം എന്ന് വെച്ചാൽ പിന്തുണയാണ്. അപ്പം ആളുടെ പുതിയ മാരേജിലാണെങ്കിലും നമ്മൾ വളരെ എന്റെ സ്വന്തം ഉമ്മയെ പോലെ തന്നെയാണ് ഞാൻ അവരെ കാണുന്നതും ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ. നമ്മൾ ഒരേ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഒരേ അപ്പാർട്ട്മെന്റിലല്ല, ഒരേ ഫ്ലാറ്റില് ഡിഫറെന്റ് അപ്പാർട്ട്മെന്റ്. പക്ഷെ ഞാൻ എപ്പോഴും കാണും, നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൈമാറും. അങ്ങനെ കോൺസ്റ്റന്റ്ലി ഇൻ ടച്ച് ആണ്. പക്ഷെ ഉമ്മ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്, നമ്മുടെ കല്ലൂരുള്ള വീട്ടിൽ താമസിക്കുന്നത്. എല്ലാം കണ്ടിട്ടുണ്ടോ? ഭയങ്കര വൈറലായിരുന്നു ഞങ്ങളുടെ വീട്. പിന്നെ എൻ്റെ സിസ്റ്റർ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബട്ട് വി സ്റ്റിൽ ഇൻ ടച്ച്. ഉമ്മയും വാപ്പയാണെങ്കിലും അവർ കുഴപ്പമൊന്നുമില്ല, അവർ കണ്ടാൽ മിണ്ടും, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. വളരെ ഹെൽത്തി ആയിട്ട് പോകുന്ന ഒരു അത് സത്യം പറഞ്ഞ ഒരു സന്ദേശമായിരുന്നു സൊസൈറ്റിക്ക്. നിങ്ങളും കൊടുത്തത് വലിയൊരു സന്ദേശമാണ്. അങ്ങനെ കല്യാണത്തിനൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും അത് ആളുകൾക്ക് അത്ഭുതമായിരുന്നു, ഇവരെന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ഉള്ള മട്ടില്ല. അത് സൊസൈറ്റി ഇനിയും വളരാത്തത് കൊണ്ടാണ്. അതെ അതെ, എങ്ങനെയാണ് ഇത് സാധിക്കുന്നില്ല. അതൊന്നും എന്താണ് ആൾക്കാര് മറിച്ച് ചിന്തിക്കാത്തതെന്ന് എനിക്ക് ചിന്തിക്കേണ്ട സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞു. അപ്പോഴും എന്ത് മാത്രം ഈഗോ വെച്ചിട്ട് ഓക്കെ അവർക്ക് താല്പര്യമില്ലെങ്കിൽ മറ്റൊരാൾ അങ്ങനെ ചെയ്യുന്നതിൽ എന്തിനാ ഇടപെടുന്നത്? എപ്പോഴും ഇത്തരം ഡിവോഴ്സുകൾ എന്തെങ്കിലുമൊക്കെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനടിയിൽ ആദ്യം കാണുന്നത് നിങ്ങൾ മക്കളെ കുറിച്ച് ആലോചിച്ചോ, നിങ്ങൾ മക്കളെ അതായിരിക്കും. അതിനെപ്പറ്റി കുറെ ഉപദേശകരും ഉണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും ചെയ്യാം. പക്ഷെ നിങ്ങൾ മക്കൾ തന്നെ അതിന് പിന്തുണ കൊടുത്തു എന്ന് കാണുമ്പം അതൊരു ചേഞ്ച് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിച്ചത്. പേഴ്സണൽ ആണെങ്കിലും അത് ചോദിക്കാൻ കാരണം അതിന് സമൂഹത്തിലൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു നിലപാടിന് അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു. ചേച്ചിയും അതില് അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? പിന്നെ അതിൽ ഒരു ഡൗട്ടില്ല. നമ്മള് ചെറുപ്പം മുതലേ വളരെ പുരോഗമനം സംസാരിച്ചു. ഇപ്പോഴുള്ള സൊസൈറ്റി നമുക്ക് മാറി ചിന്തിക്കണം,
എന്ന് എന്താ പഠിപ്പിച്ചു തന്ന ഉമ്മ ആയിരുന്നു. എൻ്റെ ഉമ്മ അങ്ങനെ പുള്ളിക്കാരി ഒരു ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ സ്റ്റിഗ്മയിൽ നിന്നും ഇങ്ങനത്തെ സദാചാരങ്ങളിൽ നിന്നും മാറി ചിന്തിക്കണം എന്ന് ചെറുപ്പം മുതലേ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞങ്ങൾക്കത് ആക്സെപ്റ്റിംഗ് ആയിരുന്നത്. നമ്മളെ വേറൊരു രീതി വളർത്തിയിട്ട് അതിപ്പോ നമ്മൾ എത്ര ഇൻഡിപെൻഡന്റ് ആയിട്ടും ആയിരിക്കുന്ന സമയത്തും ഇവർ ഡിവോഴ്സ് ആവുമെന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആക്സെപ്റ്റിംഗ് ആയിരിക്കത്തില്ലായിരുന്നേനെ. അപ്പൊ ഞങ്ങളുടെ അപ്ബ്രിങ്ങിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര ഫ്രീഡവും എന്താ നമുക്ക് എന്തും ഉമ്മയോടൊക്കെ ഭയങ്കര എന്തും പറയാൻ പറ്റുന്ന ഒരു ബന്ധമായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയും. അങ്ങനെ തന്നെയായിരുന്നു. വാപ്പ അത്രക്കില്ല, എന്നാലും ആ ഒരു സമയത്ത് എല്ലാ അപ്പന്മാരെയും പോലെയല്ല, കുറച്ച് മാറി ചിന്തിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. അങ്ങനത്തെ കുറെ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു മനുഷ്യനല്ല. എന്നാലും ഉമ്മയുടെ അത്ര പുരോഗമനം പുള്ളിക്കില്ല. അതില് തെറ്റൊന്നുമില്ല. അത് കാര്യം പുള്ളിക്ക് പറ്റുന്ന പുരോഗമനം പുള്ളിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മ ഭയങ്കര പുരോഗമനമായി പോയി. അപ്പം ഉമ്മയുടെ ഒരു പുരോഗമനമാണ് ഉറപ്പായിട്ടും ഞങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒപ്പം നിൽക്കാനും അതിനെ വളരെ പോസിറ്റീവായിട്ട് സ്വീകരിക്കാനും പറ്റിയത്. അതില് ഇങ്ങനെ ഒരു തീരുമാനം അവര് തുറന്ന് പറയുന്നതായിരുന്നോ മക്കളായ നിങ്ങളോട്, ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണെന്നുള്ളത്? അതെ, അത് നമ്മളതിലുണ്ട്. നമ്മള് അത് ഇങ്ങനെ അവര് തീരുമാനിച്ച് നമ്മളോട് പറയല്ല, നമ്മളതിൽ ഒരുമിച്ചെടുത്ത്. അത് ഞങ്ങൾ 4 പേരും കൂടെ എടുത്തൊരു തീരുമാനമാണ്. പാപ്പയുമായി മാത്രമല്ല, എല്ലാരും കൂടെ എടുത്തൊരു തീരുമാനം. ഇപ്പൊ പറഞ്ഞല്ലോ വളർന്ന് വന്ന ഒരു സാഹചര്യം പറഞ്ഞു. അനാർക്കലിനെ എനിക്ക് തോന്നുന്നു നടി എന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പൊടി കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് അനാർക്കലിന്റെ ഒരു വ്യക്തിത്വത്തിനെ തന്നെയാണ്. കാരണം ആ ഒരു സ്വാതന്ത്ര്യബോധവും പിന്നെ എന്തും പറയാനല്ല. ചിലപ്പം നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും, പക്ഷെ അതങ്ങോട്ട് തുറന്ന് പറയാന്ന് പറയുന്നത് അത്ര ഈസി അല്ല. പ്രത്യേകിച്ച് ഒരു നടിയായിരിക്കുമ്പം ഒട്ടും ഈസി അല്ല, പിന്നെ പെൺകുട്ടിയായിരിക്കുമ്പം പിന്നെയും ഈസി അല്ല. പക്ഷെ അനാർക്കലി അങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്ബ്രിങ്ങിങ്ങിന്റെ ആയിരുന്നു. കാര്യം ഇങ്ങനെ എപ്പോഴും നമ്മൾ അഭിപ്രായം പറയണം എന്നിങ്ങനെ എപ്പോഴും പറയും. ഒരു വളർത്തെപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന് പറയണം. എനിക്ക് അങ്ങനെ ഇങ്ങനെ മുഖത്ത് നോക്കി എല്ലാം പറയണം എന്ന് ഇങ്ങനെ പഠിപ്പിച്ചു തന്നിരുന്നു. അത് എനിക്ക് അങ്ങനെ ഒരു തോന്നലായിരുന്നു എനിക്ക്. നമുക്ക് എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയണം, അത് പറഞ്ഞില്ലേ ഒരു ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാനുള്ളൂ. അപ്പൊ അങ്ങനെ ഇപ്പം എൻ്റെ ഉമ്മയും ഞാനായിട്ടുള്ള റിലേഷൻ ആണെങ്കിലും നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. മോർ ദാൻ എ മദർ ആൻഡ് ഡോട്ടർ, അങ്ങനെ എല്ലാം പറയാൻ പറ്റുന്നത്. അപ്പൊ ഉമ്മായുടെ സത്യം പറഞ്ഞ് എനിക്ക് എന്താന്ന് വെച്ചാൽ വളർന്നു കഴിഞ്ഞപ്പോഴും എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനുള്ളത് പറയണ്ടേ എന്നൊരു ചിന്തയായിരിക്കും. അപ്പൊ എനിക്ക് ഇതിപ്പോ തുറന്നു പറഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി അന്ന് ഞാൻ ഒട്ടും അവെയറല്ല. അപ്പൊ ഇപ്പൊ ഞാൻ ഒരിക്കലും തുറന്നു പറയില്ല അങ്ങനെ. എന്റെ അത് ആ പേഴ്സണാലിറ്റിയാണ് ആൾക്കാർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാലും ഇല്ല, വേണ്ട, ആൾക്കാർ കുറച്ച് ഇഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഞാനത് നീ പറയുന്നില്ല എന്നൊരു തീരുമാനത്തില ഞാനിപ്പോ. അപ്പൊ പണ്ടെന്ന് വെച്ചാ അതങ്ങനെ പറയണം, അങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ, അങ്ങനെ നാം പറഞ്ഞാലേ നമ്മൾ ലോകം മാറുള്ളൂ എന്നൊക്കെ ഉള്ളൊരു തോന്നല. പിന്നെ മനസ്സിലായല്ലേ നമ്മള് താഴോട്ട് പോവുള്ളൂ. പ്രിവിലേജ് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ തുറന്നു പറയേണ്ട കാര്യമില്ല. പ്രിവിലേജ് ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാം. നമുക്ക് നമ്മൾ ഹാംഫുൾ അല്ല. നമുക്ക് എന്താ പറയാ, എന്ത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് പ്രിവിലേജ്ഡ് ആണെങ്കിൽ. പ്രിവിലേജ്ഡ് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് നല്ലത്. അനാർക്കലി പ്രിവിലേജ്ഡ് ആണോ? അല്ല, പ്രിവിലേജ്ഡ് അല്ല, അവിടെ ഉണ്ടായിരിക്കുന്നത് നല്ലത്. ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്, പറയാൻ പറ്റുന്നതാണെങ്കിൽ തന്നെ പറഞ്ഞാൽ മതി. ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചിട്ടും ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ളൊരു പിന്നെ എന്താ പറയാ അബ്യൂസിനെ കുറിച്ചൊക്കെ പറയണ്ടേ. ആ ഒരു ചെറുപ്പകാലത്ത് നേരിട്ട കാര്യങ്ങളെ എങ്ങനെയാണ് ഒരു ട്രോമയൊക്കെ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണല്ലോ, അതിലേക്കൊന്നും പോവാതെ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചു പോകുന്നത്? അത് അങ്ങനെ ടൈം ഹീൽ ചെയ്തതാണ്. അങ്ങനെ അതിപ്പോ ഈ ചെറുപ്പത്തിലൊക്കെ അതിനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ അതിങ്ങനെ കുറെ ആലോചിച്ചപ്പോ ഞാൻ അതുകൊണ്ട് അഫക്റ്റഡ് ആയാലും ഇരിക്കാനാണല്ലോ പോകുന്നേ. അതെ. അപ്പൊ ഞാനത് ഇത് ചെയ്ത ആൾക്കൊന്നും സംഭവിക്കുന്നില്ല, അയാളുടെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോവുക, ഒരു കുഴപ്പമില്ലാതെ. അപ്പൊ ഞാനെന്തിനാ വിഷമിക്കുന്നേ എന്നാലോചിച്ച് നമ്മളിത് പറഞ്ഞോണ്ടിരിക്കുമ്പം എന്റെ പ്രശ്നം ഞാനോടും പറഞ്ഞില്ല.
ഞാൻ ഇപ്പോഴാണ് അതെല്ലാം പറയുന്നത്. അപ്പോൾ ആ പ്രായത്തില് ഭയങ്കര ഒരു +1 +2 ഒക്കെ സമയത്ത് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ +2 ഒക്കെ ആയപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ മാറി. ഹോസ്റ്റലിലേക്കൊക്കെ പോയപ്പോൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാൻ സമയമില്ലാതെ തന്നെയായി. പിന്നെ പറഞ്ഞിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു എന്താ പറയാ ഗ്രൂപ്പിലൊന്നും പെടാൻ പറ്റാതെ മാറി നിൽക്കേണ്ടി വന്നു എന്നൊക്കെ അല്ലേ. പക്ഷെ വീട്ടിലൊരു വളർത്തിയ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്തരം ഒരു അതൊന്നും ബാധിക്കാതെ പോകേണ്ട ആളുമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെന്നാന്ന് വെച്ചാൽ ആ സമയത്ത് കുഞ്ഞല്ലേ, ചെറുതാണല്ലോ. നമ്മുടെ ആഗ്രഹം ഇഷ്ടംപോലെ ഫ്രണ്ട്സ് വേണം എന്നുള്ളതാണ്. ചോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവിടെ കുറച്ച് കാശുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു. അപ്പം നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉള്ള പേരൻസിന് അവരുടെ സ്റ്റേറ്റസ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽ സ്കൂളിൽ കൊണ്ട് വിടണം എന്നുള്ളതുണ്ടല്ലോ. അപ്പം വാപ്പാണേലും അങ്ങനെ ആയിരിക്കാം ചിന്തിച്ചത്. പക്ഷേ നമ്മൾ വീട്ടിൽ പെരുമാറുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പോലെ തന്നെയാണ്. അപ്പോൾ അവിടെ അത് ഭയങ്കര ഒരു അന്തരം ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ ഇവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ഭയങ്കര വ്യത്യാസമാണ്. അപ്പം എനിക്ക് അതങ്ങോട്ട് മാച്ച് ആവുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രൂപ്പിൽ ഒന്നും പെടാൻ പറ്റാതിരുന്നതും. കാര്യം അവർക്കൊരിക്കലും എൻ്റെ രീതികളായിട്ട് ഒരിക്കലും ചേർന്ന് പോകാനും പറ്റില്ല. കാര്യം അവരുടെ വീട്ടിൽ സംസാരിക്കുന്നതാണെങ്കിലും അതിപ്പോൾ വീട്ടിൽ ഫുൾ ടൈം ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുക. അവരുടെ 2 പേരൻസ് വർക്കിംഗ് ആയിരിക്കും, വേറെ ലൈഫായിരിക്കും. അപ്പം അവർക്കൊരിക്കലും ഞാനായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. അപ്പം അവിടുന്ന് തന്നെ ഒരു ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ ആ ഒരു ഗ്രൂപ്പിൽ പെടാൻ പറ്റാതെ അപ്പം എനിക്ക് അവിടെയുള്ള കുറച്ച് വളരെ ചുരുക്കം ഫ്രണ്ട്സ് ഉണ്ടായിട്ടുള്ളൂ. അപ്പം എന്നെ പോലെ തന്നെ എനിക്കിങ്ങനെ ഇടിച്ച് നിൽക്കാൻ അറിയത്തില്ല. ഇപ്പം പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനായിട്ട് അവരോട് സംസാരിക്കുന്ന ഒരു എഫേർട്ടൊക്കെ എടുക്കണമല്ലോ. അല്ലെങ്കിൽ എനിക്കറിയത്തില്ല, അവരെ ആ സമയത്ത് നമുക്ക് കുറേ ഫ്രണ്ട്സ് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പലതും ചെയ്തിട്ടുണ്ടാവാൻ അതൊക്കെ പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വർക്കായില്ല. ആൻഡ് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ടാണോ എന്നും അറിയില്ല, അവിടുത്തെ കുട്ടികൾ നമ്മളെ കുറച്ച് ലോ ആയിട്ട് കണ്ടിരുന്നു എന്നും എനിക്ക് ആ പ്രായത്തിൽ തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് തോന്നുന്നത്. കാര്യം ഇപ്പൊ അവിടെ ഇപ്പൊ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടുള്ള ആൾക്കാരുണ്ട്. അവിടുത്തെ തൂക്കാനും തുറക്കാനൊക്കെ ഉള്ള ചേച്ചിമാരുണ്ടാവുമല്ലോ. ഇവരുടെ കുട്ടികൾ ചില കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടാവും. ഇവർക്കും സെയിം അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവരെയൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല. അപ്പം എനിക്കും ആ സിമിലർ അപ്പം ഞാൻ കൂടുതലും ഇവരായിട്ടായിരുന്നു കണക്ട് ചെയ്തിരുന്നത്, ഇങ്ങനത്തെ കുട്ടികളായിട്ട്. അതെന്താന്ന് വെച്ചാൽ അവർ ഒട്ടും എക്സിസ്റ്റിംഗ് ആയിരുന്നില്ല അവിടെ. അതൊന്നും അവർ സ്മാർട്ട് അല്ലാത്തത് കൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വേറെയാണ്. അപ്പം അവർക്കൊരിക്കലും ഇവരുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് നമ്മൾ ചിലപ്പോൾ വളർന്നു കഴിയുന്ന സമയത്ത് ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. നമുക്ക് പല കൾച്ചേഴ്സിൽ നിന്നും പല ക്ലാസ്സുകളിൽ നിന്നും വരുന്ന ആൾക്കാരായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റും. പക്ഷെ ആസ് കിഡ്സ് അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അവരുടെ അപ്ബ്രിങ്ങിങ് ആയിരിക്കും അത്. അവര് കുട്ടികളെ അവരിപ്പോൾ എന്ത് പറയാനാ, അവര് ചെറുപ്പത്തിൽ അവർ നമ്മളെ ചിലപ്പോൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മളെ ഡ്രസ്സിങ് സ്റ്റൈൽ കൊണ്ടായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഇവര് ഭയങ്കര ഒരുങ്ങിയൊക്കെ ആയിരുന്നു വന്നോണ്ടിരുന്നത്. ഞാനങ്ങനെ ഒരുങ്ങാനൊന്നും ഒരു സമയവും ഒരു ലിപ്സ്റ്റിക്ക് പോലും ഇട്ടുകൊണ്ട് വരത്തില്ല. അപ്പോൾ പക്ഷെ അവിടുത്തെ പെൺകുട്ടികൾ ഇങ്ങനെ ഇടയ്ക്ക് ക്ലാസ്സിന്റെ ഇടയ്ക്കൊക്കെ പോയി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അങ്ങനെ വരെ അവരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കാരായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ കുട്ടികളെ ആണേലും അങ്ങനെ ഇഗ്നോർ ചെയ്യുക, അവരൊന്നും ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അധ്യാപകരുടെയും ഒരു കാഴ്ചപ്പാട് അങ്ങനെ തന്നെയായിരുന്നു. അല്ലെങ്കിൽ സ്കൂൾ ആക്ടിവിറ്റിയിലേക്കൊക്കെ വരും. ഞാൻ ചോദിക്കാൻ കാരണം പല കുട്ടികളും പറയാറുള്ള അനുഭവങ്ങൾ തന്നെയാണ്. ഇത്തരം സ്കൂളുകളിൽ പഠിക്കുമ്പം
അതായത് ഇങ്ങനെയുള്ള ഒരു പരിഗണന കിട്ടാതെ പോകുന്നത് ഈ സാമ്പത്തിക ചുറ്റുപാടും അവരുടെ ഒരു ജീവിത രീതിയൊക്കെ വെച്ചിട്ട് അളന്ന് കുട്ടികളെ വേറെ 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 കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഇപ്പം എനിക്ക് തോന്നുന്നു ചോയ്സ് മാത്രമല്ല പല സ്കൂളുകളും ആ രീതിയിൽ വരുന്ന പല സ്കൂളുകളിലും അതേ പ്രശ്നമുണ്ട്. അപ്പം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അതിന് അത്തരം ഒരു വേർതിരിവ് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് അവർ കാണുന്നുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് അവർ അറിയുന്നുണ്ടാവും. മെജോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ മൈനോറിറ്റിയാണ്. മെജോറിറ്റി എന്ന് പറയുന്ന കാര്യം ആ സ്കൂള് അഫോർഡ് ചെയ്യാൻ പറ്റില്ല സാധാരണക്കാർക്ക്. അപ്പം എന്ത് കാശുള്ള കുട്ടികളെ വന്ന് പഠിക്കുള്ളൂ. അപ്പൊ ഇവര് മെജോറിറ്റി, നമ്മളൊരു മൈനോറിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ടീച്ചേഴ്സിനെയും എനിക്ക് കുറ്റം പറയാൻ താല്പര്യം. ടീച്ചേഴ്സും സ്വാഭാവികമായിട്ടും നമ്മളെ ഇഷ്ടമൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി മെജോറിറ്റിയിലേക്ക് തന്നെ പോകേണ്ടി വരുമായിരിക്കും ചിലപ്പോ. അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് എനിക്കങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള ടീച്ചേഴ്സൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ എന്നെ ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് മാനസികമായിട്ട് ഭയങ്കര അടുപ്പമുള്ള കുറെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഐ ഗെസ് ദേ ഓൾസോ ഹാഡ് നോ ചോയ്സ്. അതിലേക്ക് തന്നെ പോകണ്ട, അല്ലാതെ മനഃപൂർവ്വം വേർതിരിച്ച് കണ്ടിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിലേക്ക് തന്നെ പോയിട്ട് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴേ അവസരം കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശരിയാണ്. കാര്യം കൂടുതലും വെസ്റ്റേൺ മ്യൂസിക്കിനെ ആയിരുന്നു നമ്മുടെ സ്കൂൾ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അപ്പം നമ്മുടെ ഒരു എൻ്റെ പാട്ട് പാടാനുള്ള എൻ്റെ കഴിവിനൊന്നും അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല സ്കൂൾ സമയത്ത്. അങ്ങനെ ഒരു പരിപാടിയേ ഇല്ലായിരുന്നു. കാര്യം ഈ പറയുന്ന അവിടെ എല്ലാവരും കൂടുതൽ ഇംഗ്ലീഷ് പാട്ടുകളായിരുന്നു കേട്ടോണ്ടിരുന്നത്. അപ്പൊ അവര് മലയാളം പാട്ടുകൾ എൻജോയ് ചെയ്യത്തില്ല. അവിടുത്തെ കുട്ടികളാണെങ്കിലും ഒരു ഇതുപോലെ ഹിന്ദി പാട്ടുകളും ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ പഴയ പാട്ടുകൾ കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. പഴയ പാട്ടുകൾ ചെറുപ്പം മുതലേ ഞാൻ പഴയ പാട്ടുകൾ ആസ്വദിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവര് പുതിയ ഇംഗ്ലീഷ് പാട്ടുകൾ പാടുമ്പോ ഞാൻ വിചാരിക്കുന്നത് ഏത് പാട്ടാ, അവരും വിചാരിക്കും ഇതേത് പാട്ടെന്ന്. മനസ്സിലായോ? അപ്പം ഞാൻ എന്റെ പാട്ട് കൊണ്ട് അവർ ഇംപ്രസ്ഡ് ആണെങ്കിൽ ഞാൻ ഏത് പാട്ടാണ് പാടുന്നത് അവർക്ക് മനസ്സിലാവണ്ടേ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് അവരെ പൂർണ്ണമായിട്ടും കുറ്റം പറയാനും പറ്റത്തില്ല. കാര്യം ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉള്ളതുകൊണ്ട് അവരെ എന്ത് പറയാൻ പറ്റും? വീട്ടില് പറഞ്ഞോ അങ്ങനെ ഒരു സാഹചര്യം? വീട്ടില് അത് എന്നെ ഇങ്ങനെ വളർത്തുകയും ചെയ്തു, ഇവരെന്നെ ചോയ്സിൽ കൊണ്ട് ചേർക്കുകയും ചെയ്തു. എനിക്ക് ഞാൻ എന്റെ LKG തൊട്ട് +2 വരെ ഞാൻ ഇവിടെ പഠിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് സ്കൂൾ മാറ്റാവുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൊക്കെ സ്കൂളുകളൊക്കെ ഉണ്ട്, സാധാരണ സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ അവിടെ ഒന്ന് കൊണ്ട് ചേർക്കുമോ, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇല്ല, ചേർത്തില്ല. പുതിയൊരു സ്കൂളിൽ കൊണ്ട് ചേർക്കാന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം കുറെ കാശിലവുള്ളൂ. അപ്പം അത് പറ്റത്തില്ല. അതായിരുന്നു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയില് വളർന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇതുപോലെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇറ്റ് വാസ് ഫൈൻ. ഇപ്പൊ ഒരു അഭിമുഖമൊക്കെ കഴിഞ്ഞപ്പം അതിനടിയിൽ കണ്ടൊരു കമന്റാണ്, അള്ളാഹു ഈ പെൺകുട്ടിക്ക് ഹിദായത്ത് നൽകട്ടെ. അതായത് എനിക്കൊന്നും തട്ടൊക്കെ ഇടാതെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണല്ലോ. അപ്പൊ അത് തീർച്ചയായിട്ടും മതം എന്താ പറയാ കൈ പിടിച്ച് നടക്കുന്നവർക്ക് സഹിക്കില്ല. അതുകൊണ്ടായിരിക്കണം അത്ര ഒരു കമന്റ് വന്നത്. എന്താണ് അനാർക്കലിന്റെ ഒരു മതപരമായ കാഴ്ചപ്പാട്? എനിക്ക് ഓക്കെയാണ്. ഭയങ്കര ഞാൻ അതിനോട് എംപത്തറ്റിക് ആണ് ആക്ച്വലി. ഇത് വിശ്വസിക്കുന്നവർ ഇത് എന്താ, പക്ഷെ ലോജിക്കലി വിശ്വസിക്കുന്ന ആൾക്കാരവിടെ ഉള്ള അത് കൊണ്ട് ആരെയും ഹാം ചെയ്യാതിരുന്നാൽ മതി എന്നേ ഉള്ളൂ. പക്ഷെ അത് വിശ്വസിക്കുന്നവർക്ക് ആക്ച്വലി ഞാൻ എപ്പോഴും വിചാരിക്കുന്ന, എനിക്ക് അത്ര വിശ്വാസമുള്ളൊരു കൂട്ടത്തിലല്ല ഞാൻ. പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും ഒരാളെ ഇപ്പം അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നെങ്കിൽ കുറെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ കുറെ ഓക്കെ ആയിരുന്നേനെ. ബിക്കോസ് അവരെപ്പോഴും മതപരമായി ചിന്തിക്കുന്നവരെപ്പോഴും ഒരു ഹോപ്പുണ്ട് അവർക്ക്. ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു സമാധാനം അവരിലുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ലോജിക്കലായിട്ട് ചിന്തിക്കുക. നമുക്ക് കാര്യം നടന്നില്ലെങ്കിൽ ഇത് നടക്കാനൊന്നും പോകുന്നില്ല, നമുക്കറിയാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നതെന്ന്, നമുക്ക് ഹോപ്പില്ല. പക്ഷെ ഇവർക്ക് കുറെ ഹോപ്പുണ്ട്. ഇവരെന്തുണ്ടെങ്കിലും ഇവര് ദൈവത്തിൽ അർപ്പിക്കുക. ആ ഹോപ്പിൽ അവര് ഫുൾ ജീവിക്കും. നമ്മള് ലോജിക്കലായിട്ട് ചിന്തിക്കുന്നത് നമ്മൾ ഇത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു
ചിന്തയിൽ നമ്മൾ ആ ചിന്ത നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് നമ്മൾ ലോജിക്കലിയാണ് ചിന്തിക്കുന്നത്. അപ്പം എനിക്ക് ഞാൻ വളർന്നതും അങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ഇനി ഒരു വിശ്വാസത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. മെന്റൽ ഹെൽത്തൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഡീൽ ചെയ്യാൻ പറ്റിയാണ്. ബിക്കോസ് എനിക്ക് ദൈവമൊക്കെ കൂടുതലും സൈക്കോളജിക്കലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതിനെ നമുക്ക് നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടി ഒരു സാധനമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഭയങ്കര ഓക്കെയാണ് മതവും ദൈവങ്ങളും ഒക്കെ. പക്ഷെ അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാതിരുന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ചെറുപ്പം തൊട്ടേ വീട്ടിലങ്ങനെ മതപരമായ രീതികളൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, ഇനീഷ്യലി ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ ഉണ്ടായിട്ടില്ല. അതുപോലെ ചെറുപ്പം ഇങ്ങനെ ലോജിക്കലി അതെന്താ ദൈവം എന്നാ അങ്ങനെ അങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ചെറുപ്പം മുതലേ അതെന്താ അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇല്ലാന്നൊരു ചിന്തയിലാണ് വളർന്നത്. അറ്റ്ലീസ്റ്റ് ദൈവത്തിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും മതങ്ങളിൽ ഒരിക്കലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഒരു കാലത്തും വിശ്വസിച്ചിട്ടില്ല. അത് ചെറുപ്പത്തിലൊന്നും വിശ്വസിച്ചിട്ടില്ല. പഠിച്ചിട്ടൊരു കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ആ ഒരു സാഹചര്യങ്ങൾ മാറിയപ്പോഴാണ്, എപ്പോഴാണെന്ന് അറിയത്തില്ല, പക്ഷെ പിന്നെ അതിനെയൊക്കെയുള്ള വിശ്വാസമൊക്കെ കുറെ മാഞ്ഞു പോയി. എല്ലാവരും അങ്ങനെയാണോ വീട്ടില്? പൊതുവെ വീടിന്റെ ഒരു ചുറ്റുപാടേ അങ്ങനെയാണോ? അല്ല, നമ്മുടെ ഫാമിലി മാത്രമേ. ഞാനും ഉമ്മയും വാപ്പായും. വാപ്പാക്ക് കുറച്ചുകൂടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. വാപ്പായ്ക്ക് കുറച്ചുകൂടെ വിശ്വാസങ്ങളുണ്ട്. എന്നാലും അങ്ങനെ നമ്മളെ ഫോഴ്സ് ചെയ്യില്ല. ഇപ്പൊ വാപ്പായ്ക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യണം എന്നൊരിക്കലും വാപ്പ ഫോഴ്സേ ചെയ്തിട്ടില്ല. ഉമ്മ ലാലി PM അഭിനേത്രിയാണ്. എന്താണ് ഉമ്മയുടെ ഒരു അഭിനയത്തെ കുറിച്ചൊക്കെ ഉള്ളൊരു മകളുടെ ഒരു അഭിപ്രായം എന്താണ്? ഉമ്മ കുഴപ്പമില്ല, ഉമ്മ ബെറ്റർ ആയി വരുന്നു. കുമ്പളങ്ങി നൈറ്റ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ, നല്ല പിന്നെ ഉമ്മ ഇങ്ങനെ ഭയങ്കര ഉമ്മ അത് ബെറ്റർ ആക്കി കൊണ്ടുവരുന്നു. ഇനീഷ്യലി പുള്ളിക്കാരിക്ക് ഇത് പുൾ ഔട്ട് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. കാര്യം ആ ഒരു അഭിനയം അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ലേ പുള്ളിക്കാരി, അവിചാരിതമായിട്ട് വന്നതാ. അപ്പം പക്ഷെ എല്ലാത്തിനും കൈവയ്ക്കാൻ ഉള്ള ഒരു കഴിവുമായി എല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ ഉള്ളൊരു ഉത്സാഹമുണ്ട്. അതിനെപ്പറ്റി പഠിക്കാനും അതിൽ ടൈമും മണിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. അത് ഈ പ്രായത്തിലും പുള്ളിക്കാരി അത് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അതിങ്ങനെ സജീവമായിട്ട് ചെയ്യുന്നു. ഇപ്പം നടി ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി എല്ലാ അപ്പിയറൻസിലൊക്കെ കുറെ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യും. ഇപ്പം മുടിയിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും എന്ത് ചെയ്യും, ഇപ്പം എന്തെങ്കിലും പല്ലിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ അങ്ങനത്തെ ഭയങ്കര പരിപാടികളൊക്കെ പുള്ളിക്കാരി ഇൻവെസ്റ്റ് ചെയ്യും. അതിന് പിന്നെ ആക്ടിങ് ക്ലാസ്സസിന് പോവുക. ഞാൻ ഇതുവരെ ഒരു ആക്ടിങ് ക്ലാസ്സിന് പോയിട്ടില്ല. പക്ഷെ അതിനു വേണ്ടി അത് ഇപ്പൊ പുള്ളിക്കാരി ഭയങ്കര ലേറ്റായി എന്നാലും ഇല്ല, ഞാൻ ഉള്ള സമയം ഞാൻ വേസ്റ്റ് ആക്കില്ല. ഐ എം ഓൺ ഇറ്റ്. ഞാൻ അതിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും എന്ന് വിചാരിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അതായത് ഞാൻ എപ്പോഴെങ്കിലും ഒരു നടിയാവാൻ ഒരു അവസരം കിട്ടിയാലോ എന്ന് അങ്ങനത്തെ ഒരു വിശ്വാസത്തിലാണ് പുള്ളിക്കാരി ജീവിക്കുന്നത്. That's what drives her forward. തീർച്ചയായിട്ടും. പാട്ട് പാടിയാണല്ലോ തുടങ്ങിയത്, അതേപോലെ തന്നെ പാട്ട് പാടി അവസാനിപ്പിക്കാം. ഞാൻ എപ്പോഴും കവർ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു പാട്ടാണ് സ്വയംവര ചന്ദ്രികയുടെ ക്രോണിക് ബാച്ചിലർ. സന്ധ്യ വിടർന്നു സ്നേഹയമുനാനദിക്കരയിൽ ഇന്നും അവൾ മാത്രം വന്നില്ല. വരുമെന്നു വെറുതെ തോന്നി ഈ വഴിയിലേറി നിന്നു ഞാൻ. ഇന്നും അവൻ കാണാൻ വന്നില്ല.
പ്രണയഗാനം പാടിയത് കൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. എന്താണ് പ്രണയത്തോടുള്ള ഒരു നല്ലതാണ്. ഇത് ആർക്കെങ്കിലും വേണ്ടി സമർപ്പിച്ച ഗാനാണോ? അയ്യോ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുക. എന്താണ് പ്രണയം, പാർട്ട്ണർ എന്നൊക്കെ പറയുമ്പോഴുള്ളൊരു കാഴ്ചപ്പാട് എന്താണ്? എല്ലാം അങ്ങനെയൊന്നുമില്ല. എനിക്ക് നമ്മൾ സ്പേസ് ബൗണ്ടറീസ് കൊടുത്താൽ മതി, സ്നേഹമുണ്ടായാൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്നെ പോലെ ജഡ്ജ് ചെയ്യാത്ത ഒരാളായിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നെയും മറ്റുള്ളവരെയും എൻ്റെ ഫ്രണ്ട്സിനെയും ഒന്നും ജഡ്ജ് ചെയ്യാത്ത ഒരാളായിരിക്കണമെന്ന് എനിക്കെപ്പോഴും ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലാണ്. പിന്നെ ഡോണ്ട് മൈൻഡ് ഇൻ അതേഴ്സ് ബിസിനസ്, നമ്മൾ നമ്മളെ കാര്യം നോക്കി നടക്കാം, അങ്ങനെ ഒരാളായിരിക്കണം എന്നേ ഉള്ളൂ. ബാക്കി എന്തും എനിക്ക് ഓക്കെയാണ്. ബാക്കി ഏതൊരു ഫീൽഡാണെങ്കിലും എങ്ങനത്തെ ഒരാളാണെങ്കിലും എന്ത് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിലും ഐ എം ഓക്കെ. പക്ഷെ ബാക്കിയുള്ളവർ കാര്യത്തിൽ ഇടപെടും എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. കണ്ടെത്തിയോ ആളെ? അങ്ങനെ കണ്ടെത്തി കുറച്ച് അധികം നാളായിട്ടൊരു പാർട്ട്ണറുണ്ട്.